നമസ്കാരം. തെരഞ്ഞെടുപ്പൊക്കെ വരികയാണല്ലോ. മത്സരങ്ങൾ വിവിധ തരത്തിലാണ് നമ്മൾ കണ്ടുവരുന്നത്. ആ മത്സരത്തെക്കുറിച്ച് ധാർമ്മികമായ ചില കാര്യങ്ങൾ നമ്മുടെ പൂർവികരും നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ അല്പസ്വല്പമൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനാസ്പദമാക്കി ചില കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, മഹാഭാരതത്തിലെ യുദ്ധം പ്രധാനമായി നടന്നിട്ടുള്ളത് സത്യത്തിലെ രക്തബന്ധങ്ങൾ തമ്മിലാണ്. അതിനോട് ബന്ധപ്പെട്ട അധികാര വടംവലിയാണ്. ദുര്യോധനായാലും ഇപ്പുറത്തുള്ള പഞ്ചപാണ്ഡവരുമൊക്കെ ആയാലും ആ രൂപത്തിലാണ് നമ്മളെ യഥാർത്ഥത്തിൽ നോക്കിക്കാണേണ്ടത്. അങ്ങനെയുള്ളവർക്ക് മനസ്സിലാകും എങ്ങനെയാണ് മഹാഭാരത യുദ്ധം നടന്നത്. ഒരു യാദവകുലത്തിൻ്റെ തന്നെ നാശത്തിന് വിധേയമായ ആ യുദ്ധം എത്ര ക്രൂരവും എത്ര ഭീകരവുമായിരുന്നു എന്നുള്ളത്. നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് മത്സരം, കോമ്പറ്റീഷൻ. അത് ജോലിക്കായുള്ള അഭിമുഖങ്ങളിലാവാം, കായിക രംഗങ്ങളിലാകാം, അല്ലെങ്കിൽ സ്വന്തം ബിസിനസ്സിൽ പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുന്നതിലാകാം. ഒരു പരിധിവരെ ഈ മത്സരം നമ്മളെ കൂടുതൽ മികച്ചതാക്കുകയും മികച്ചവരുമാക്കി തീർക്കുന്നു. നമ്മുടെ കഴിവുകൾക്ക് മൂർച്ച കൂടുന്നു, അല്ലെങ്കിൽ വേഗത വർദ്ധിപ്പിക്കുന്നു, ലക്ഷ്യബോധം നമുക്ക് നൽകുന്നു. എന്നാൽ പോസിറ്റീവായ മത്സരം ഒരു രേഖ കടന്ന് പരസ്പര ശത്രുതയായി മാറുമ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് പരമപ്രധാനമായ ചിന്താവിഷയം. പരസ്പരം മത്സരമാകാം, എന്നാൽ പരസ്പര ശത്രുതയായാൽ ആ ശത്രു നിങ്ങളെ തോൽപ്പിക്കും. ഈ വാചകം ഒരു മുന്നറിയിപ്പായിട്ട് നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വയ്ക്കാം. ഇവിടെ ശത്രു പുറത്തുള്ള എതിരാളി മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ചില വികാരങ്ങളും വിചാരങ്ങളുമാണ് എന്നുള്ളത് നമ്മളൊക്കെ ഒന്ന് തിരിച്ചറിയേണ്ട കാലം വളരെ അധിക ദൂരത്തല്ല. നോക്കൂ, മത്സരം എപ്പോഴാണ് ശത്രുതയായി മാറുന്നത്? പരസ്പര ശത്രുതയായി മാറുന്ന ഒരു സമയം മത്സരങ്ങൾ വന്നണയുന്നത് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അനുഭവിച്ചറിയുന്ന ഒരു വസ്തുതയാണ്. അത് ആരോഗ്യകരമായ സ്വഭാവം ഉപേക്ഷിച്ച് അത് വിഷലിപ്തമാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക്, ഒരു സമയത്തിലേക്ക് അത് അതിക്രമിച്ച് കയറുന്നു. നോക്കൂ, ശ്രദ്ധ ലക്ഷ്യത്തിൽ നിന്ന് വ്യക്തിയിലേക്ക് മാറുമ്പോൾ, അതായത് ആശയത്തിൽ നിന്ന് വ്യക്തിയിലേക്ക് മാറുമ്പോൾ, എൻ്റെ പ്രകടനം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിന് പകരം അയാളെ എങ്ങനെ പരാജയപ്പെടുത്താം അല്ലെങ്കിൽ തോൽപ്പിക്കാമെന്ന ഒരു ചിന്ത തുടങ്ങുമ്പോൾ, വിജയത്തേക്കാൾ തോൽവി ആഗ്രഹിക്കുമ്പോൾ, നിങ്ങൾക്ക് ഒന്നാമത് എത്തുന്നതിനേക്കാൾ എതിരാളി താഴെ പോകുന്നതിൽ നിങ്ങൾ ഒരു പക്ഷേ ആനന്ദം കണ്ടെത്തുമ്പോൾ, മൂന്നാമതായിട്ട് വികാരങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ, യുക്തിപരമായ തീരുമാനങ്ങൾക്ക് പകരം അസൂയ, വിദ്വേഷം, പരസ്പരമായ ചില പ്രതികാര ചിന്തകൾ എന്നിവ നിങ്ങളുടെ നീക്കങ്ങളെ നിയന്ത്രിക്കുമ്പോൾ, ശത്രുതയുടെ മറവിൽ വിളിച്ചിരിക്കുന്ന യഥാർത്ഥ തോൽവിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന്, എനർജി വേസ്റ്റേജ് അഥവാ ഊർജം പാഴാക്കൽ. ഒരു കമ്പനി അവരുടെ പുതിയ പ്രൊഡക്റ്റ് എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് ചിന്തിക്കുന്നതിന് പകരം അവർ എതിർ കമ്പനിയുടെ പ്രൊഡക്റ്റിനെ മോശമായി ചിത്രീകരിക്കാൻ പലപ്പോഴും സമയം ചെലവഴിക്കുന്നു എന്ന് കരുതുക. അവിടെ എന്താണ് സംഭവിക്കുന്നത്? സ്വന്തം ഉൽപ്പന്നങ്ങൾ മെച്ചപ്പെടുത്താനുള്ള സമയം നഷ്ടപ്പെടുന്നു. രണ്ടാമതായി, പകയും വിദ്വേഷവും കാരണം മാനസികമായ സമ്മർദ്ദം കൂടുന്നു. മൂന്നാമതായി, നിർമ്മാണക്ഷമത അതായത് പ്രൊഡക്ടിവിറ്റി കുറയുന്നു. ഇതിലൊക്കെ പുറമെ യാഥാർത്ഥ ലക്ഷ്യം മറന്ന് വെറുതെ കിടന്നുകൂടുന്നു. ഇവിടെ നമ്മുടെയൊക്കെ സമയവും മനസ്സും മറ്റൊരാളെ കുറിച്ച് മോശമായി ചിന്തിച്ചു കളയുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും വലിയ നഷ്ടമുണ്ടാകുന്നതെന്ന് സ്വയം ഒന്ന് മനസ്സിലാക്കാം. രണ്ടാമതായിട്ട്, ധാർമ്മികമായ ചില നിലവാരങ്ങൾ അല്ലെങ്കിൽ മോറൽ ആയിട്ടുള്ള ചില സപ്പോർട്ടേഴ്സൊക്കെ നമുക്ക് കുറയാൻ സാധ്യതയുണ്ട്. ശത്രുത നമുക്ക് വർദ്ധിക്കാമെന്ന് വിചാരിക്കാം. അത് എങ്ങനെയെങ്കിലും വിജയിക്കണമെന്നാണ് ഒരു ചിന്ത വീണ്ടും നമ്മളിലേക്ക് വരും. ഇത് അനീതിപരമായ മാർഗങ്ങളിലേക്ക് നമ്മളെ തിരിക്കാൻ പ്രേരിപ്പിക്കും. കള്ളപ്രചരണങ്ങൾ, ചതി, നിയമവിരുദ്ധമായ ചില പ്രവർത്തനങ്ങൾ, പോരാട്ടങ്ങൾ എന്നിവയിലേക്ക് നമ്മൾ ഇടപെടാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നമുക്ക് ശ്രദ്ധിക്കാം, ക്രിസ്തുകാലത്തേക്ക് പക്ഷേ ഇതൊരു വിജയകരമായിട്ട് പലർക്കും തോന്നിയേക്കാം. സത്യം പുറത്തു വരുമ്പോൾ വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ വിശ്വാസം തന്നെ, സെലിബ്രിറ്റി തന്നെ പൂർണ്ണമായി നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ എതിരാളിയെ തോൽപ്പിച്ചത് കൊണ്ടല്ല, സ്വയം തോറ്റതാണ് നമ്മുടെ പൂർണ്ണമായ പരാജയമെന്ന് മനസ്സിലാക്കാൻ
കാലങ്ങളെടുക്കും. അപ്പോഴേക്കും നമ്മൾ കെട്ടിപ്പടുത്ത ചില കാര്യങ്ങളൊക്കെ നശിച്ചിട്ടുണ്ടാകാം. മൂന്നാമത്, നമ്മുടെ ഉള്ളിലൊരു ശത്രു ഒളിഞ്ഞു കിടക്കുകയാണ്. അത് ദ ഈഗോ, അല്ലെങ്കിൽ അതിന് അഹങ്കാരം എന്നോ അഹംഭാവം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ചില മത്സരങ്ങൾ വ്യക്തിഗതമായിട്ട് മാറുമ്പോൾ അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് പലപ്പോഴും യുക്തിയുടെ ആയിരിക്കില്ല, മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള ഈഗോയിസം കടന്നു കയറിയിട്ടായിരിക്കാം. എനിക്ക് മാത്രം വളരണമെന്നതിനേക്കാൾ അവനേക്കാൾ എനിക്ക് വലുതാകണമെന്ന ചിന്തയിൽ വരുമ്പോൾ നല്ല നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കാനോ എതിരാളികളുടെ നല്ല വശങ്ങളിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളാനോ പലപ്പോഴും ശ്രമിക്കലില്ല. അതൊക്കെ വെറും പാഴ്വാക്കുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തള്ളിക്കളയുന്നത്. നമുക്ക് നമ്മുടെ ഈ തരം ചിന്തകൾ തന്നെ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായി മാറുന്നത് പിന്നീട് നമുക്ക് കാണാം. നമ്മുടെ കാഴ്ചപ്പാടുകൾ ചുരുങ്ങുകയും നമ്മൾ സ്വയം സൃഷ്ടിക്കുന്ന ഇരുട്ടിലേക്ക്, സ്വയം സൃഷ്ടിക്കുന്ന ചട്ടക്കുള്ളിലേക്ക് ഒതുങ്ങി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ നമ്മൾ ഏകദേശം ധാരണയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് മത്സരങ്ങൾ എങ്ങനെ ആരോഗ്യകരമായി നിലനിർത്താമെന്നതിനെ കുറിച്ചൊരു ചിന്ത അനിവാര്യമാണ്. ശ്രദ്ധ സ്വന്തം മെച്ചപ്പെടുത്തലിൽ നമ്മുടെ ബെഞ്ച് മാർക്ക് നിങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ്. ഇന്നലേക്കാൾ മികച്ച പ്രകടനം ഇന്ന് കാഴ്ചവെക്കുക എന്ന ഒരു ഉൾക്കാഴ്ചയാണ് നമുക്ക് ആദ്യം വേണ്ടത്. പഠിക്കുക, പകയാകരുത്. വ്യക്തികൾ മറ്റുള്ളവർ എതിരാളികളുടെ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ തയ്യാറാവണം. എതിരാളിയുടെ വിജയം നിങ്ങളെ പ്രകോപിക്കുന്നതിന് പകരം നമ്മുടെ എതിരാളി അവർ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പ്രകോപിക്കണം. അവരുടെ വിജയത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തുക. അതുപോലെ തന്നെ എതിരാളിയെ, പ്രതിപക്ഷത്തെ ബഹുമാനിക്കുക എന്നത് ഒരു വലിയ കാര്യമാണ്. കായിക രംഗത്ത് കാണുന്നത് പോലെ വിജയിച്ചാലും തോറ്റാലും അവർ എതിരാളികളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അല്ലെങ്കിൽ അവരെ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ ബഹുമാനം നമ്മളെ മാനസിക നില ഉയർത്തുമെന്നാണ് ആചാര്യമതം. പിന്നെ നമുക്കൊരു ലക്ഷ്യമുണ്ടാകും. നിങ്ങളുടെ മത്സരം എതിരാളിയോടല്ല എന്നുള്ളത്, മറിച്ച് നിങ്ങളിലെ മടിയോടും കഴിവില്ലായ്മയെക്കുറിച്ചും പഴയ ശീലങ്ങളോടും മാത്രമാണ് എന്ന കണ്ടെത്തലുകൾ ഒരുപക്ഷെ നമ്മളാക്കി തീർക്കാനും സാധ്യതയുണ്ട്. മത്സരമൊക്കെ ജീവിതത്തെ ആവേശകരമാക്കി മാറ്റും, എന്നാൽ ശത്രുത അതിനെ വിഷമായിട്ട് മാറ്റുമെന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെയൊക്കെ ഊർജം ക്രിയാത്മകമായി ഉപയോഗിക്കുക, മറ്റൊരാളുടെ വീഴ്ച കാണാനായി കാത്തിരിക്കുന്നതിന് പകരം നമ്മുടെ വിജയത്തിന് വേണ്ടി നമ്മളൊന്ന് പ്രയത്നിക്കുക. നോക്കൂ, അവസാനമായിട്ടൊന്ന് പറഞ്ഞു നിർത്താം. എതിരാളി നിങ്ങളെ തോൽപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഉള്ളിലുള്ള ശത്രു നമ്മളെയൊക്കെ തോൽപ്പിക്കാതിരിക്കട്ടെ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പരസ്പരം പോരടിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ ഈ ദുര്യോധനന്റെയും പഞ്ചപാണ്ഡവരെ കാര്യമൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഒരിഞ്ച് പോലും സ്ഥലം കൊടുക്കില്ല എന്ന് പറഞ്ഞവര് മൊത്തം ഭരിക്കുന്നൊരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത്. അപ്പം അവർ എതിരാളികളുടെ വിജയത്തെക്കുറിച്ച് പഠിക്കുകയും അവർ ആ തലത്തിലേക്ക് ഉയരുന്നവരുമാണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന ഒരു സത്യമാണ്. പ്രിയരെ, നല്ല അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവും. അതൊക്കെ കമന്റ് ബോക്സിൽ താഴെ പങ്കുവയ്ക്കുക. ആരോഗ്യകരമായ മത്സരം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. അറിവ് നേടുക, അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക, അറിവുകളോട് സമ്പർക്കം പുലർത്തുക, അവരോട് സംവദിക്കുക. സംവാദങ്ങൾ നമുക്ക് എന്നും മാർഗദർശിയായി തീരട്ടെ. നന്ദി, നമസ്കാരം.